വാലന്റൈൻസ് ഡേ ആയിട്ട് ആദ്യമായിട്ട് എന്ന് റോസാപ്പൂ ഇടുന്നത് ഇത്രയും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ അന്ന് തുടങ്ങാൻ 4-5 റോസാപ്പൂ എടുത്ത് തന്ന് അത് ഒരു വലിയ എനിക്ക് റോസാപ്പൂ വരുന്നതും വാലന്റൈൻസ് ഡേ നാട്ടിൽ ചെയ്യുകയും ആയിക്കോട്ടെ. ഞാൻ അതിന്റെ സുഖത്തിലിരിക്കുമ്പോഴാണ് തിരുവേദി ഇത് പറഞ്ഞത്. അപ്പം അത് സന്തോഷമായി. യാദൃശ്ചികമായിരിക്കും ഹൃദയത്തിന് പ്രണയത്തിന്റെ ഹൃദയത്തിന്റെയും ചിഹ്നമാണ് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത്. ഹൃദയവുമായി ഏതോ കാലഘട്ടത്തില് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് പൊതുവെ മനുഷ്യനെ എപ്പോഴും അവന്റെ ഒരു അളവുപോലായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹൃദയം തന്നെയാണ്. അത് തന്നെ ശാസ്ത്രീയം പറയുമ്പോഴും ഹൃദയ വൈകിയിലേക്ക് ആയിരിക്കും പറയുമ്പോഴും ഹൃദയം ദേവാലയം ആനകളില്ലാതെ അമ്പാലില്ലാതെ ആറാട്ട് നടത്താറുണ്ട് എന്ന് പറയുന്നത് വലിയ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരൻ പോലും ഇതല്ല എന്ന് അറിയപ്പെടുന്ന ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അങ്ങനെ നല്ല ഹൃദയമുള്ള ഹൃദയത്തോട് ചേർന്ന് വയ്ക്കുന്ന ഹൃദയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരുപാട് നല്ല ഹൃദയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഹൃദയങ്ങളുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. അവരോടൊപ്പം ഈ ഒരു പ്രത്യേക ദിവസത്തിലായിരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. എന്നെ ക്ഷണിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ ഞാൻ ഓരോരുത്തരോട് പറയുകയാണ്. പൊതുവെ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി തരുകയും ഇത്രയും സംഭവം അകത്ത് നടക്കുന്നുണ്ടോ എന്നൊരു പണിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. അതേക്കുറിച്ച് പറയുമ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ഡോക്ടർ എങ്ങനെയാണ് നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്, എങ്ങനെയാണ് അവരുടെ മേഖലയിൽ വലുതാകുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒരേ പുസ്തകം പഠിച്ച് 100 എഞ്ചിനീയർമാരും പുറത്തുനിന്ന് കരുത്. സംഗീത കോളേജിൽ നിന്നും പാട്ട് പഠിച്ച് ഗാനഭൂഷണം പാസ്സായി 100 പാട്ടുകാർ പുറത്തിറങ്ങുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ ഇറങ്ങുന്നു. ലോ കോളേജിൽ നിന്നും അഡ്വക്കേറ്റുമാർ ഇറങ്ങുന്നു. ഒരു 15 കൊല്ലങ്ങൾക്കപ്പുറം ഇവരുടെ കരിയർ പരിശോധിക്കുമ്പോൾ ഇവരുടെ കരിയറിൽ ചെറിയ കുറച്ച് കമ്മിയായിട്ട് കാണാൻ കഴിയും. ചില ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പഠിച്ചതിനപ്പുറം ഒരു കാര്യത്തിൽ വ്യക്തി എന്ന നിലയിൽ അവരവരുടെ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ഡോക്ടറെ കുറിച്ച് ഞാൻ അദ്ദേഹം പിടിക്കലായ പ്രകടനമൊക്കെ പറയുമ്പോഴും ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം എൻ്റെ കുറേ ഫോട്ടോസ് എൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഭാര്യയുടെ അച്ഛൻ പോലും എൻ്റെ പ്രൊഫൈലിലേക്ക് ഇങ്ങനെ തപ്പിയിട്ടില്ല. അതുപോലെ തപ്പിയെടുത്ത് എല്ലാവരും ചേരുന്ന ഫോട്ടോകൾ എടുത്തു കൊണ്ടത് അതിൻ്റെ അതിൻ്റെ കാഠിന്യം ഒരു തരി കുറച്ച് അതിവിടെ അവതരിപ്പിക്കുന്നിടത്താണ് ആ ഡോക്ടർ നമുക്ക് പ്രിയപ്പെട്ടതായത്. അങ്ങനെയുള്ള ഡോക്ടർമാരെ കൊണ്ട് ഒരു ആശുപത്രി സമാനമാകുന്നതാണ്. ആശുപത്രിയിൽ പറയുന്ന ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നമുക്ക് നടത്താൻ പറ്റുന്നത് അവർ നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നതുകൊണ്ടാണ്. അവരോട് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതിന് മെനക്കെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് വലിയൊരു അധ്വാനമുണ്ട്.